ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇതാ ന്യൂ ഇയറിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത്. ഫസ്റ്റ് വീഡിയോ ആണെങ്കിൽ ശരിക്കും ഇത് കഴിഞ്ഞ വർഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ വേണ്ടി സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചെറിയൊരു ഈവനിങ് വ്ലോഗാണ്. ഞങ്ങൾ ചേച്ചി ഉണ്ടായിരുന്ന സമയത്ത് എടുത്തതായിരുന്നു കേട്ടോ. ചേച്ചിക്ക് ഇപ്പോൾ പോയി, അവർ തിരിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ വൈകുന്നേരം കുട്ടികളൊക്കെ കൊണ്ടിട്ട് പാർക്കിൽ വന്നതായിരുന്നു. ഇത് NBO പാർക്കാണ് കേട്ടോ, നമ്മുടെ മിസ്പി ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെ വരുന്നത്. ഞാൻ മുന്നേ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവിടെ വരുന്നത്. അപ്പോൾ കുറച്ച് നേരം മക്കളൊക്കെ അവിടെ കുറച്ച് നേരം കളിച്ചു കേട്ടോ. കാരണം റൂമിൽ നിന്ന് എങ്ങനെ ബോറടിച്ചപ്പോൾ പിന്നെ അവരെയും കൊണ്ട് വൈകുന്നേരം ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ രണ്ടാളും കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിച്ച് പൊളിച്ച് അവർ തകർത്ത് അവസാനം കരഞ്ഞ് വിളിച്ചാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത്. കാരണം അല്ലുവിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ബോൾ അവൻ പോരാൻ നേരത്തെ അതും കൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടുത്തെ സംഭവമല്ലേ, ബോളല്ലേ, അത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി കുറേ ആശം കരഞ്ഞൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ചിട്ട് ഞങ്ങളവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോരുകയാണ് കേട്ടോ ഉണ്ടായത്. അത് അവർ അവിടെ ഏകദേശം എല്ലാത്തിലും ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നോർമലി വന്നാൽ അവന് വെറും ഈ ഒരു ബോൾ പിറ്റിലാണ് കിടക്കാറ്. എന്നാൽ ഇന്നിപ്പോൾ അത്യാവശ്യം ഒരുവിധം എല്ലാ ഐറ്റത്തിലും കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് എൻജോയ് ചെയ്ത് ഞങ്ങളിതാ തിരിച്ചു പോവാണ് കേട്ടോ. തിരിച്ചിനി നമ്മൾ ഷോപ്പിലോട്ട് പോകാം. കണ്ടോ അല്ലുകുട്ടൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഷോപ്പിലോട്ട് പോയി കുറച്ച് നേരം അവിടെ പോയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ എത്തിയപ്പോൾ തന്നെ എൻജോയ് ക്ലബ്ബിൽ എന്താ പറയുക, നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു ബ്രോസ്റ്റഡിൻ്റെ. അപ്പോൾ പിന്നെ വിചാരിച്ചു അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. എന്തായാലും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഡിന്നർ അവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ കുറേ പുതിയ ഡെസേർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ടെൻഡർ കോക്കനട്ടിൻ്റെ പുഡിംഗ് ആയിരുന്നു കേട്ടോ. എൻ്റെ മുകളിൽ നമ്മുടെ കോക്കനട്ട് ഇതുപോലെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രോസ്റ്റഡും പിന്നെ കുട്ടികൾക്ക് പൊട്ടറ്റോൻ്റെ കുറച്ച് ഐറ്റംസ് അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിങ്സ് ഇത് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തത്. പിന്നെ നമ്മുടെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നു. ഞങ്ങൾ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചു. നല്ല ടേസ്റ്റാണ്, നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നമ്മൾ വിങ്സൊക്കെ സ്പൈസി ആയിരുന്നു. ബ്രോസ്റ്റ് പിന്നെ മക്കളും കഴിക്കുന്നത് കൊണ്ട് നോർമൽ റെഗുലറായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് എന്താ പറയുക, കുറേ സമയം എടുത്തു കേട്ടോ മക്കളൊക്കെ കഴിച്ച് വരാൻ. ആ പൊട്ടറ്റോ വെഡ്ജസൊക്കെ സ്പൈസീൻ്റെത് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഷോപ്പിലോട്ട് പോയി. ഷോപ്പിൽ കുറേ പുതിയ കളക്ഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി മോക്കൊക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അല്ലുക്കുട്ടനൊരു ടീഷർട്ട് പിന്നെ ഒരു കോട്ട് സെറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരമല്ല, രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഒരു 8, 8, 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിൽ പോയി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.